ഹലോ ഗായ്സ്, ഇന്ന് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളെ വീട്ടിലുള്ള ചേമ്പാണ്. നമ്മളിന്ന് കറി വെക്കാനായിട്ട് പോകുന്നത്. കറി എന്ന് പറയാൻ പറ്റില്ല, താളിപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ചേമ്പിൻ്റെ വിത്തും അതുപോലെ തന്നെ ഈ ചേമ്പിൻ്റെ തണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ അമ്മ അത് നന്നായിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കുഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു വിത്തുകളാണ് കേട്ടോ നമുക്ക് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മളെല്ലാം കുഴിച്ചെടുത്ത് വന്ന സമയത്ത് നമുക്ക് ഇത്രയും പോർഷനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചേമ്പിൻ്റെ വിത്ത് മാത്രമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ തണ്ടും നമ്മൾ എടുക്കുന്നുണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചെറുതാക്കി ഓരോന്ന് അമ്മ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്, മുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇല കളഞ്ഞിട്ട് തണ്ട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഒക്കെ മുറിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരണം. ഇതിൻ്റെ മേലത്തെ ആ തൊലി ഭാഗമൊക്കെ ഒന്ന് പൊക്കിയെടുക്കണം കേട്ടോ. ബാക്കിൽ നടന്ന് പോകുന്ന വെല്ലുമ്മയാണ്. വെല്ലുമ്മ ഉണ്ടായിരുന്നു നമ്മളിത് എടുക്കുന്ന സമയത്ത്, നമ്മളിത് കുത്തുന്ന സമയത്തൊക്കെ വെല്ലുമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെല്ലുമ്മ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അമ്മ ഇവിടെ നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പുറമേയുള്ള തൊലിയൊക്കെ നന്നായിട്ട് പോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ തണ്ടിൻ്റെ മേലത്തെ എല്ലാ തൊലിയും അമ്മ ഇതുപോലെ പോക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ചേമ്പിൻ്റെ വിത്താണ്, അതും ഇതുപോലെ തന്നെ മേലത്തെ ആ തൊലി പോക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ പോക്കി വന്ന സമയത്ത് ഇത്രയൊരു പോർഷനായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരണം. നമ്മൾ ഒരുപാട് തവണ വെള്ളത്തിൽ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ചളി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ചെറുതാക്കി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ വിറകടുപ്പിൽ ചട്ടിയിലാണൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഓരോ പോർഷനായിട്ട് ചട്ടിയിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. പെട്ടെന്നാവും കേട്ടോ. ഏകദേശം ഇത് നിറഞ്ഞ് തൂമ്പ് നിൽക്കുന്ന കാണുമ്പോൾ ഇത് ഒരുപാട് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് വെന്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആവശ്യത്തിന് നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു. വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മതി കേട്ടോ. അങ്ങനെ മൂടി വെച്ച് അടച്ചു വെച്ചു. അങ്ങനെ തിളച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അമ്മ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആരും ഇത് പരീക്ഷിക്കരുത്. ഞാൻ അമ്മയുടെ അടുത്ത് പറയണം, അമ്മയെ മേലേക്ക് തെറിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറവിടണം. വറവിലാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് നമ്മൾ കൊച്ചുള്ളി എടുക്കുന്നുണ്ട്. അങ്ങനെ കറി അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ചേമ്പായതുകൊണ്ട് നല്ല കട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അടുപ്പത്ത് നമ്മൾ വാങ്ങി വെച്ചു കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വറവിടാണ് വേണ്ടത്. നമ്മൾ ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടു. അതിലോട്ട് നമ്മൾ കാന്താരി മുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും എല്ലാം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ചുവന്ന കളറാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ബ്രൗൺ കളറായതിനു ശേഷം നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ളത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ.